ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന യൂട്യൂബ് ചാനലിലെ ദീപ്തി ടീച്ചറിനെ ഒത്തിരി ഇൻട്രൊഡക്ഷൻ ഒന്നും നൽകി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഗതം സീതത്തോട് എന്ന് തുടങ്ങുന്ന വീഡിയോസിൽ മിക്കപ്പോഴും നമുക്ക് കൂടുതലായിട്ട് എഡിറ്റിങ്ങുകളോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അതായത് ക്യാമറ എവിടെയെങ്കിലും ഓണാക്കി വെക്കുക, അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മുഴുവൻ സമയം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടി, അവൾ നടത്തുന്ന ചാനലാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ. ഞാൻ ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയത് ലോക്ക്ഡൗൺ സമയത്താണ്. കോവിഡിന്റെ ആ ഒരു ഫസ്റ്റ് വേവ് ആ സമയത്താണ് കണ്ടു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ദീപ്തി ടീച്ചർ ഷിംലയിലോ മറ്റോ അധ്യാപികയായിരുന്നു. അതായത് വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അവർ എടുത്തുകൊണ്ടിരുന്നത്. ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ ആ ടീച്ചിങ് പ്രൊഫഷൻ റിസൈൻ ചെയ്യുകയും മുഴുവൻ സമയം കൃഷിയിലേക്കും ബാക്കിയുള്ള സമയം ചാരിറ്റിയിലേക്കും കടക്കുകയുണ്ടായി. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ സീതത്തോട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഫോറസ്റ്റ് മേഖലയോട് ഇഴുകി ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട് നിൽക്കുന്ന ഭാഗത്തിന് സമീപത്തായൊക്കെ ആദിവാസി ഗോത്രങ്ങളിൽ പെടുന്ന ആളുകൾ ഒരുപാട് ചിതറിപ്പാർക്കുന്നുണ്ട്. അപ്പം അവരെയൊക്കെ കൂടുതലായി സഹായിക്കുക, പിഞ്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അമ്മമാർ, സ്ത്രീകൾ, പുരുഷന്മാർ, ആ ഗോത്രങ്ങളിൽ പെടുന്ന എല്ലാവരെയും മാക്സിമം ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ആ ചാരിറ്റി എന്നേ നമുക്കതിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നു. അവർക്ക് ദയ തോന്നുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിന് അലിവ് തോന്നുന്ന കാര്യങ്ങളിൽ അവർ കൂടുതൽ സമയം കണ്ടെത്തി അവരെ സഹായിക്കുന്നു എന്നൊരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മൾക്ക് പറയുമ്പോൾ, പൊതുസമൂഹത്തിന് അത് പറയുമ്പോൾ ചാരിറ്റി എന്നൊരു പേരോട് കൂടിയേ പറയാൻ പറ്റുള്ളൂ. ചാരിറ്റി എന്നൊരു പേര് ഈ അടുത്ത കാലത്തായി അനാവശ്യമായി ഉപയോഗിക്കുന്നതുകൊണ്ടേ പലരും, അതായത് ഈ നല്ല പിള്ള ചമഞ്ഞ് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ട് ചാരിറ്റി എന്ന പേര് പറയുമ്പോൾ ഒരു പകുതി മാത്രമേ അതിനകത്തൊരു ആദർശവും സത്യസന്ധതയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ബാക്കി ഒരു പകുതി എന്ന് പറഞ്ഞാൽ ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്നൊരു ചിന്ത നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ പോകും. കാരണം മലയാളികൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ്. നമ്മളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ ഇവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൃഷിയെ ആശ്രയിച്ച് കർഷക ഫാമിലിയാണത്, അല്ലേ? അപ്പോൾ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, പെട്ടെന്ന് തന്നെ അത് ക്ലിക്ക് ആവുന്നു. അതായത് നല്ല ഒരു റേഞ്ചിലേക്ക് പോകുന്നു. ഇഷ്ടംമാതിരി വ്യൂസ് ആണ് ഓരോ വീഡിയോസ് ഇടുമ്പോഴും. അപ്പൊ അതിൽ നിന്നും അവർക്ക് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ആ വരുമാനത്തിൽ നിന്നാണെങ്കിലും അവർക്ക് ചാരിറ്റി ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ കഴിഞ്ഞ 1-2 ആഴ്ചയായി ഒരുപാട് പേർ ഇവർക്കെതിരെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചാരിറ്റിക്ക് വേണ്ടി പുറത്തു നിന്നൊക്കെ ഇവർ പൈസ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ ചാരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫിലിം സ്റ്റാർസ് ആണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന, സാമ്പത്തികമായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും എല്ലാവരും ചാരിറ്റി ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്യുന്നുണ്ട്, അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ വാർത്താ ചാനൽസിലൂടെ ആണെങ്കിലും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരുപാട്, എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് വിഷമിപ്പിച്ച ഒരു വാർത്ത മനോരമയിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങൾക്കും പാൻക്രിയാസിൽ പ്രോബ്ലമാണ്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെയെങ്കിലും സർജറി നടത്തണം, ഈ റമളാൻ മാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കും, എൻ്റെ ഗതികേടാന്ന് പറഞ്ഞ് കരയുന്ന ഒരു അമ്മയുടെ വീഡിയോ മനോരമ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് കണ്ട ആ മൊമെന്റിൽ തന്നെ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പോൾ അതായത് ആ ലിമിറ്റ് കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, മലയാളികൾ എന്ന് ചിന്തിച്ചതിന്റെ കാര്യം മലയാളം ന്യൂസ് ആണല്ലോ. അപ്പൊ അത് മനസ്സിലാവുന്നവരാണല്ലോ പെട്ടെന്ന് അയക്കുന്നത്. മലയാളികളുടെ അടുത്ത് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പം എത്ര കരുണയുള്ളവരാണ്. ഒരാളുടെ ഹൃദയം അലിയുന്ന പോലെ തന്നെയാണ് എല്ലാവരുടെയും, ഒരുപക്ഷെ അതിൽ കൂടുതലായിട്ടല്ലേ. അതിനുശേഷം പിന്നെ മണിക്കൂറുകൾ കഴിയേണ്ടി വന്നു പിന്നീട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചാരിറ്റിയുടെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ദീപ്തി ടീച്ചർ പുറത്തു നിന്നും പൈസ, അതായത് US പോലുള്ള രാജ്യങ്ങളിൽ നിന്നും പൈസ ശേഖരിക്കുന്നുണ്ട് ചാരിറ്റിയുടെ മറവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ വാശി പിടിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്, ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ സമൂഹത്തിന് ഉന്നത നിലയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ചാരിറ്റി ചെയ്യുന്നത് അവർക്ക് ആ സ്ഥിരമായ വരുമാനത്തിൽ നിന്നെടുത്തിട്ടാണോ? അല്ല, പരിധിയിലധികം ഇൻകം ഉള്ളവർ അത്രമാത്രം ഹ്യൂജ് ആയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈയഴിഞ്ഞ് സഹായിക്കും. സ്ഥിരമായ ഒരു 50,000 രൂപ കിട്ടുന്നവർ, അവരുടെ വീട്ടിൽ ഒരുപാട് കൃഷി ആശ്രയിച്ചൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു 50,000 അല്ലെങ്കിൽ 1,00,000 രൂപയിൽ നിന്ന് ചാരിറ്റി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സാധിക്കത്തില്ല, സാധിക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് നന്നായി അറിയാവുന്ന ആരുടെയെങ്കിലും അടുത്ത് പറയുകയോ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് അറിയാവുന്ന ആളുകൾ തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടാവാം. അത് അങ്ങനെ തന്നെ ഇവർ ആദിവാസി ഗോത്രങ്ങളിൽ അല്ലെങ്കിൽ ആ കുടികളിലൊക്കെ ചെന്ന് അവർക്ക് കൊടുക്കുന്നത് പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. പിന്നെയും എന്തുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് അവിടെ വന്നു അല്ലെങ്കിൽ വരുന്നു എന്നുള്ളത് ഭയങ്കരമായി അതിശയിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു കാര്യം കൃത്യമായി നമ്മുടെ കണ്ണിന് മുന്നിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ളിലേക്ക് വീണ്ടും ഒരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ എത്രമാത്രം ശരിയുണ്ട്. ഇപ്പം ടീച്ചറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് യൂട്യൂബിലൂടെയാണ് ആ വരുമാനം കിട്ടുന്നത്. ഇപ്പം കോഴിമുട്ട വിൽക്കുന്നു, അല്ലെങ്കിൽ പാവയ്ക്ക് കൊണ്ടുപോയി വിൽക്കുന്നു, കൃഷി ഇടങ്ങളിൽ നിന്ന് വിളവെടുത്ത് വിൽക്കുന്നു. അപ്പം ഇതൊക്കെ അവരുടെ ഒരു നിശ്ചിതമായിട്ടുള്ള വരുമാനമാണ്. അതിൽ നിന്നും എത്രമാത്രം ചാരിറ്റി അവർക്ക് ചെയ്യാൻ സാധിക്കും?
അല്ലെ? ചിലപ്പോൾ അവർ പുറമേ നിന്ന് ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നില്ലായിരിക്കാം, ഇതിൽ നിന്ന് തന്നെ ആയിരിക്കാം അവർ എടുക്കുന്നത്. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നാത്തൂന്റെ പേര് പൊന്നൂന്നോ എന്തോ സംതിങ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ 5 പവന്റെയോ മറ്റൊരു താലിമാല പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം യൂട്യൂബിൽ നിന്നും വന്ന റവന്യൂ കിട്ടിയപ്പോൾ തന്നെ പുള്ളിക്കാരത്തി ബ്രദറിനോട് പറയുന്നുണ്ട് അവളുടെ താലിമാല എടുത്തു കൊടുക്കണം, അങ്ങനെ എന്തൊക്കെയോ സ്വർണം പണയം വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് അവർ. അപ്പം അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ്. അവർക്ക് കിട്ടുന്ന ആ പൈസ അങ്ങനെ തന്നെ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർ മുഴുവൻ സമയം ചാരിറ്റി ചെയ്യുന്ന ഒരു സ്ത്രീ അല്ല. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അവരൊരു അധ്യാപികയായിരുന്നു, അവരത് റിസൈൻ ചെയ്തു. അതിനുശേഷം അവർ കുടുംബത്തോട് ചേർന്ന് കൃഷിയിലേക്ക് ഇറങ്ങി. ബാക്കി കിട്ടുന്ന സമയം അവർ ചാരിറ്റി ചെയ്യുന്നു. അത് അവരുടെ മനസ്സിനൊരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പുറമേ നിന്നുള്ള ഒരാൾ പുറമേ നിന്നുള്ള ആളുകൾ ഒരു മനുഷ്യൻ അവന്റെ മാനസികമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ദയാകർമ്മങ്ങൾ അല്ലെങ്കിൽ ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ എന്താണ് റൈറ്റ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പഴയ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പുതിയൊരു വീഡിയോ ഇട്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് പേർ ചാരിറ്റിയുടെ മറവിൽ ഇങ്ങനെ വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് കള്ളത്തരങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെ നിങ്ങൾക്കൊരു കണ്ണാടി പോലെ കാണാൻ പറ്റുന്ന ഒരു ഫാമിലിയാണ് അല്ലേ? ആ ഫാമിലിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാ? ആ ഫാമിലി ആ ഒരു ചാനൽ കാണുമ്പോൾ എന്താ, അവർ ഫിനാൻഷ്യലി ഭയങ്കര ഹൈ ലെവലായിട്ടുള്ള ആളുകളാണോ? ഒന്നുമല്ല, ഒരു സാധാരണക്കാർ. ദീപ്തി ടീച്ചർ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വെച്ച പുതിയ വീട് തന്നെ വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു വീടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചാരിറ്റി അല്ലെങ്കിൽ അതിന്റെ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കെങ്കിലും റൈറ്റ് ഉണ്ടോ? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദീപ്തി ടീച്ചർ 2ാമത് വിവാഹം ചെയ്തു. ആദ്യ വിവാഹം അവർ സെപ്പറേറ്റ് ആണ്. അവർക്ക് ഒത്തുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവർ സെപ്പറേറ്റ് ആയി. അതിനപ്പുറത്തേക്ക് ഏതൊക്കെയോ സാഹചര്യങ്ങൾ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവർക്ക് വീഡിയോ ആയിട്ട് ഇടേണ്ടി വന്നു. അതായത് ചില കാര്യങ്ങൾ അവർക്ക് പറയേണ്ടി വന്നു. അന്നൊക്കെ അവർക്ക് വലിയ സപ്പോർട്ടായിരുന്നു. പക്ഷേ ഈ 2ാമത്തെ വിവാഹം കഴിഞ്ഞതിന് ശേഷം സപ്പോർട്ടൊക്കെ അങ്ങോട്ട് നെഗറ്റീവായിട്ട് മാറുകയാണ് ചെയ്തത്. അത് ഒരു പ്രകൃതി നിയമമാണെന്ന് തോന്നുന്നു അല്ലേ? സ്നേഹിക്കുന്നവരെ കുറച്ച് കഴിയുമ്പോൾ വെറുക്കുക, വെറുക്കുന്നവരെ കുറച്ച് കഴിയുമ്പോൾ സ്നേഹിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്ത്രീ അവരുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവരുടെ കുടുംബജീവിതം തകർന്നു എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയാൻ അവർക്ക് പറ്റത്തില്ല. അവർ പറയുന്നത് ചിലപ്പം മുക്കും മൂലയും മാത്രമായിരിക്കും. എല്ലാം ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യാനേ തോന്നത്തുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അവർക്ക് എന്തൊക്കെയോ കാരണങ്ങളാൽ ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തത് കൊണ്ട് ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം കൊടുക്കണമല്ലോ. വ്യൂവേഴ്സ് ആണല്ലോ ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ച് എല്ലാം, അതായത് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ വ്യൂവേഴ്സിൽ നിന്നും വരുന്ന അൺനെസറി ആൻഡ് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതിന് ആൻസർ കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ബാധ്യതയായി പോകുന്നു പലപ്പോഴും. അപ്പോൾ എല്ലാം ഓപ്പണായി പറയാൻ പറ്റാത്തപ്പോൾ അങ്ങും ഇങ്ങും എന്തെങ്കിലും അവർ പറയുന്നു. അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. പബ്ലിക്കിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അവർ പറഞ്ഞു. ഇതിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു കാര്യം ആലോചിക്കണം, 3-4 വർഷം വിവാഹം ചെയ്തു, ആ 3-4 വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരിക്കും? അല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പബ്ലിക്കിലേക്ക് ഇറങ്ങി പറയുമ്പോൾ ചില കാര്യങ്ങൾ ഒരു ഡെഡ് ലൈൻ വെക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി കേസും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അത് നെഗറ്റീവായിട്ട് ഓപ്പണായി പറയാം. ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ഹൈഡ് ചെയ്ത് സംസാരിക്കാൻ നമ്മൾ പറയില്ലേ, ഒന്നുകിൽ നീ തുറന്ന് പറയുകയാണെങ്കിൽ തുറന്ന് പറയാം, ഇങ്ങനെ അറ്റവും മുറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ പറയാറ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ആദ്യ വിവാഹ ജീവിതം തകർന്നു, തൻ്റേതല്ലാത്ത കാരണത്താൽ തകർന്നു എന്നുള്ളത് ഒരു സ്ത്രീയെ ഇങ്ങനെ ജഡ്ജ്മെന്റിന്റെ മുൾമുനയിൽ നിർത്തി അവളെ തെറ്റുകാരിയെന്ന് ചിത്രീകരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആദ്യം ഭർത്താവിൻ്റെ കൂടെ അത്രയും നാൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അതറിഞ്ഞിട്ടും നിങ്ങൾ വിവാഹം ചെയ്തല്ലേ, അത് എന്താണ് ലീഗലി മാരേജ് അല്ലല്ലോ എന്നുള്ള രീതിയിലൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫാണ്, അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനും അതിനെക്കുറിച്ച് സങ്കടപ്പെടാനും അതിനെക്കുറിച്ച് വിഷമിക്കാനും അവരുടെ മാത്രമെന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾക്ക്, സഹോദരന്, ഇത്രയും പേർക്ക് മാത്രം അവകാശപ്പെട്ടൊരു കാര്യമാണത്. മനസ്സിലായില്ലേ? പബ്ലിക്കിൽ നിന്നും നിങ്ങൾ ശരിക്കും വിവാഹിതരല്ലല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല, അങ്ങനൊന്നും ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ടീച്ചർ വിവാഹം ചെയ്തല്ലോ, കുഞ്ഞാവ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹവുമായിട്ട് ഒരുപാട് ഷോർട്ട് വീഡിയോസ്. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, 2ാമത് വിവാഹം ചെയ്തല്ലോ, കുഞ്ഞാവ എന്നാണ് അവരുടെ ഭർത്താവിന്റെ പേര്. അപ്പോൾ പുത്തൻമോടിയാണല്ലോ, ന്യൂ കപ്പിൾസ് ആയതുകൊണ്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ, അതായത് കുറേ ആരാണെങ്കിലും വിവാഹം ചെയ്ത് കഴിഞ്ഞപ്പോൾ സേവ് ദ ഡേറ്റ് പോലുള്ള വീഡിയോസ് ഒക്കെ എല്ലാവരും അപ്ലോഡ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെ ഇവരും ഇവരുടേതായിട്ടുള്ള രീതിയിൽ ഇവരുടേതായിട്ടുള്ള ഭാവനകളിൽ ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. അത് നമ്മൾ കാണുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഞാൻ നോട്ടീസ് ചെയ്തൊരു കമന്റ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്ന് ദീപ്തി,
കണ്ടിട്ട് വെറുപ്പ് തോന്നുന്നത്, ഇങ്ങനെ ഞങ്ങളെ വെറുപ്പിക്കല്ലേ, ഇമാതിരി നീ കൊഞ്ചല്ലേ എന്നുള്ള രീതിയിൽ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ, വെറുപ്പാ തോന്നുന്നെങ്കിൽ പിന്നെ ആ വീഡിയോ കാണേണ്ട കാര്യമില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം, ഒരു സ്ത്രീയുടെ ജീവിതം, അതും ചെറിയ പ്രായത്തിൽ അവൾ വിവാഹം കഴിച്ചു. ദീപ്തി ടീച്ചർ 40ാമത്തെ വയസ്സിലാണ് ആദ്യ വിവാഹം ചെയ്തതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഒരു 30 വയസ്സിൽ താഴെയാണ്. അപ്പോൾ അതൊരു ചെറിയ പ്രായം തന്നെയാണല്ലേ. ആ ഒരു പ്രായത്തിൽ വിവാഹം ചെയ്ത് ആ ഒരു ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ, പ്രണയവിവാഹമാണെന്ന് ഓർക്കണം, സ്വപ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, അതൊന്നുമല്ല അവർക്ക് കിട്ടിയത്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങളെല്ലാം ബാക്കിയാണ് അവരുടെ ഉള്ളിൽ. അപ്പോൾ അവർ ആഗ്രഹിച്ചതുപോലെ മറ്റൊരു വിവാഹം അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ സ്വപ്നങ്ങളൊക്കെ അത് റിയലിസ്റ്റിക് ആക്കാൻ നോക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ വീഡിയോസിലൊന്നും എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അവർ ദൈനംദിന ജീവിതത്തിൽ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ബൈക്കിന്റെ പുറകിൽ പോകുന്ന ഏതൊരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ വന്നത്. അപ്പോൾ ബൈക്കിന്റെ പുറകിൽ അവർക്ക് മനസ്സിൽ എങ്ങനെ തോന്നുന്നു, അവരുടെ ഹസ്ബൻഡിനെ അവർ ഹഗ് ചെയ്തിരിക്കുന്നു, ചേർന്നിരിക്കുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. ഇതൊക്കെ കൊഞ്ചലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് കൊഞ്ചലാണ്. കാരണം പുതുമോടിയല്ലേ, നമ്മുടെയൊക്കെ വീടുകളിൽ വിവാഹം കഴിഞ്ഞാൽ ഇതൊക്കെ കാണാറുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? കൂടുതലായിട്ടൊന്നും അവർ ആരെയും കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവർക്കെതിരെ ഭയങ്കരമായ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അധിക്ഷേപം എന്ന് പറയുന്നത് ചാരിറ്റിയുടെ മറവിൽ പൈസ മറ്റുള്ളവരുടെ, അതായത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇവർ നേടുന്നു എന്നുള്ള, അത് എത്രമാത്രം ഒരു സ്ത്രീ ഒരു വ്യക്തിയെ തകർക്കും. കാരണം ആ ഒരു രീതിയിലല്ല ജീവിക്കുന്നെങ്കിൽ നമുക്കൊക്കെ അറിയാം. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, ഒരിക്കൽ പോലും ഇവർ ഒരു പരിധി വിട്ട് ഒരു ഹൈ ലെവൽ ജീവിതം അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ആഡംബരമോ അങ്ങേ അറ്റത്തേക്കുള്ള ഒരു ലൈഫ് സ്റ്റൈലോ ഒന്നും കണ്ടിട്ടില്ല. സാധാരണ ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് എപ്പോഴും തോന്നുന്നത്. ഒരു ആരോപണം തൊടുത്തു വിടുക എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ അത് ആ ഒരു വ്യക്തിയെ എങ്ങനെ മാത്രം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഭയങ്കര ഹേറ്റഡ് ആണ് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ച കാര്യം, അവർക്ക് ഫിറ്റ്സ് വരുന്നൊരു ലേഡിയാണ്. അപ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയൊക്കെ ഒരുപാട് ബാധിക്കുന്ന ഒരു അസുഖമാണത്. നമ്മൾ ഒത്തിരി വീക്കായി പോയ ഹൈപ്പർ ടെൻഷനൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഫിറ്റ്സ് വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അത് അവരുടെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും. മാത്രമല്ല, ന്യൂ മാരീഡ് കപ്പിൾ ആണല്ലോ, എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ശാരീരികമായിട്ട് വയ്യായിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ എത്രമാത്രം കഷ്ടമായിരിക്കും അല്ലേ. ഒന്നുകിൽ അവർക്ക് നമ്മുടെ കൺമുന്നിൽ ഈ പറയുന്ന ഈ ചാരിറ്റിയിലൂടെ അവർ എന്തെങ്കിലും നേടിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവണം, ബോധ്യമാകണം. അല്ലാത്ത പക്ഷം അവരെ വെറുതെ വിടുന്നതല്ലേ നല്ലത്, അല്ലേ?